സക്കറിയ അധ്യായം 7. യഥാർത്ഥ ഉപവാസം. ദാരിയൂസ് രാജാവിൻ്റെ 4-ാം ഭരണവർഷം 9-ാം മാസമായ കിസ്ലേവ് 4-ാം ദിവസം സക്കറിയായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. കർത്താവിൻ്റെ പ്രീതിക്കായി പ്രാർത്ഥിക്കാൻ ബഥേൽ നിവാസികൾ ഷരേസറിനെയും രഗംമെലക്കിനെയും അവരുടെ ആളുകളെയും അയച്ചു. അനേക വർഷങ്ങളായി ഞങ്ങൾ ചെയ്തു പോന്നതുപോലെ 5-ാം മാസത്തിൽ വിലാപവും ഉപവാസവും ആചരിക്കണമോ എന്ന് പ്രവാചകന്മാരോടും സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ആലയത്തിലെ പുരോഹിതന്മാരോടും ആരായാൻ അവരെ ഏൽപ്പിച്ചു. അപ്പോൾ സൈന്യങ്ങളുടെ കർത്താവ് എന്നോട് അരുളി ചെയ്തു, നീ ദേശത്തെ ജനത്തോടും പുരോഹിതന്മാരോടും പറയുക, നിങ്ങൾ കഴിഞ്ഞ 70 വർഷമായി 5-ാം മാസത്തിലും 7-ാം മാസത്തിലും വിലാപവും ഉപവാസവും ആചരിച്ചത് എനിക്ക് വേണ്ടി ആയിരുന്നുവോ? നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി തന്നെയല്ലേ? ജെറുസലേമും പ്രാന്തനഗരങ്ങളും ജനനിബിഡവും ഐശ്വര്യപൂർണവും ആയി കഴിഞ്ഞിരുന്നപ്പോൾ, നെഗബിലും സമതല പ്രദേശങ്ങളിലും ജനങ്ങൾ വസിച്ചിരുന്നപ്പോൾ, പണ്ടത്തെ പ്രവാചകന്മാരിലൂടെ കർത്താവ് ഇതല്ലേ കൽപ്പിച്ചിരുന്നത്? കർത്താവ് സക്കറിയായോട് അരുളി ചെയ്തു, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, സത്യസന്ധമായി വിധിക്കുക. സഹോദരർ പരസ്പരം കരുണയും അലിവും കാണിക്കുക. വിധവയെയും അനാഥനെയും പരദേശിയെയും ദരിദ്രനെയും പീഡിപ്പിക്കരുത്. നിങ്ങളിൽ ആരും തൻ്റെ സഹോദരനെതിരെ തിന്മ നിരൂപിക്കരുത്. എന്നാൽ അവർ കൂട്ടാക്കിയില്ല. കേൾക്കാതിരിക്കാൻ ദുശാഠ്യത്തോടെ ചെവി അടച്ചു കളഞ്ഞു. സൈന്യങ്ങളുടെ കർത്താവ് തൻ്റെ ആത്മാവിനാൽ മുൻകാല പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്ത നിയമവും വചനങ്ങളും കേൾക്കാതിരിക്കാൻ അവർ ഹൃദയം കഠിനമാക്കി. അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ക്രോധം അവരുടെ മേൽ പതിച്ചു. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ വിളിച്ചപ്പോൾ അവർ കേട്ടില്ല, അതുപോലെ അവർ വിളിക്കുമ്പോൾ ഞാനും കേൾക്കുകയില്ല. ഞാൻ ചുഴലിക്കാറ്റയച്ച് അവരെ അപരിചിതരായ ജനതകളുടെ ഇടയിൽ ചിതറിച്ചു. അവർ വിട്ടുപോയ ദേശം ശൂന്യമായി, ആരും അതിലെ കടന്നുപോയില്ല. മനോഹരമായ ദേശം വിജനമായി. സക്കറിയ അധ്യായം 8. ജെറുസലേം പുനരുദ്ധരിക്കപ്പെടും. എനിക്ക് സൈന്യങ്ങളുടെ കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ സിയോനെ പ്രതി അസഹിഷ്ണുവായിരിക്കുന്നു, അവൾക്കു വേണ്ടി ക്രോധത്താൽ ജ്വലിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ സിയോനിലേക്ക് മടങ്ങി വരും, ജെറുസലേമിന്റെ മധ്യേ വസിക്കും. ജെറുസലേം വിശ്വസ്ത നഗരമെന്നും സൈന്യങ്ങളുടെ കർത്താവിന്റെ പർവ്വതം വിശുദ്ധഗിരി എന്നും വിളിക്കപ്പെടും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, വൃദ്ധന്മാരും വൃദ്ധകളും പ്രായാധിക്യം മൂലം കയ്യിൽ വടിയുമായി ജെറുസലേമിന്റെ തെരുവുകളിൽ വീണ്ടും ഇരിക്കും. കളിച്ചുല്ലസിക്കുന്ന ബാലികാ ബാലന്മാരെ കൊണ്ട് നഗരവേദികൾ നിറയും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഇക്കാലത്ത് ജനത്തിൽ അവശേഷിക്കുന്നവർക്ക് അത് അത്ഭുതമായി തോന്നും. എന്നാൽ എനിക്കും അത്ഭുതമായി തോന്നണം. സൈന്യങ്ങളുടെ കർത്താവ് ചോദിക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ എൻ്റെ ജനത്തെ കിഴക്കുനിന്നും പടിഞ്ഞാറുനിന്നും രക്ഷിക്കും. ഞാൻ അവരെ കൊണ്ടുവന്ന് ജെറുസലേമിൽ പാർപ്പിക്കും. വിശ്വസ്തതയിലും നീതിയിലും അവർ എനിക്ക് ജനവും ഞാൻ അവർക്ക് ദൈവവും ആയിരിക്കും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, സൈന്യങ്ങളുടെ കർത്താവിന്റെ ആലയം നിർമ്മിക്കാൻ അടിസ്ഥാനമിട്ട നാൾ മുതൽ പ്രവാചകന്മാരിലൂടെ കേട്ട വചനം തന്നെ ഇപ്പോൾ ശ്രവിക്കുന്ന നിങ്ങൾ കരുത്താർജിക്കുവിൻ. അക്കാലത്തിന് മുൻപ് മനുഷ്യനും മൃഗത്തിനും കൂലി ലഭിച്ചിരുന്നില്ല. പുറത്തു പോകുന്നവനും അകത്തു വരുന്നവനും ശത്രുവിൽ നിന്ന് സുരക്ഷിതത്വവും ഇല്ലായിരുന്നു. കാരണം ഞാൻ ഓരോരുത്തനെയും സഹോദരന്റെ ശത്രുവാക്കി. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ഇപ്പോൾ ഈ ജനത്തിൽ അവശേഷിക്കുന്നവരോട് മുൻകാലങ്ങളിലെ പോലെ വർത്തിക്കുകയില്ല. ഞാൻ സമാധാനം വിതയ്ക്കും, മുന്തിരി ഫലം നൽകും, നിലം വിളവ് നൽകും, ആകാശം മഞ്ഞു പൊഴിക്കും. ഈ ജനത്തിൽ അവശേഷിക്കുന്നവർ ഇതെല്ലാം അവകാശമാക്കാൻ ഞാൻ ഇടയാക്കും. യൂദാ ഭവനമേ, ഇസ്രായേൽ ഭവനമേ,
നിങ്ങൾ ജനതകളുടെ ഇടയിൽ ശാപമായിരുന്നതുപോലെ ഞാൻ നിങ്ങളെ രക്ഷിച്ച് അനുഗ്രഹമാക്കും. ഭയപ്പെടേണ്ട, കരുത്താർജിക്കുവിൻ. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പ്രകോപിപ്പിച്ചപ്പോൾ ഞാൻ നിങ്ങളെ ശിക്ഷിക്കാൻ തീരുമാനിക്കുകയും അതിന് ഇളവ് വരുത്താതിരിക്കുകയും ചെയ്തതുപോലെ ഈ നാളിൽ ഞാൻ ജെറുസലേമിനും യൂദാ ഭവനത്തിനും നന്മ വരുത്താൻ ഉറച്ചിരിക്കുന്നു. ഭയപ്പെടേണ്ട, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്: പരസ്പരം സത്യം പറയുക, നഗര കവാടങ്ങളിൽ സത്യസന്ധമായി ന്യായം വിധിക്കുക, അങ്ങനെ സമാധാനം പാലിക്കുക. പരസ്പരം തിന്മ നിരൂപിക്കരുത്, കള്ളസത്യത്തിൽ ഇഷ്ടം തോന്നരുത്. ഞാൻ ഇവ വെറുക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു. എനിക്ക് സൈന്യങ്ങളുടെ കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. 4, 5, 7, 10 മാസങ്ങളിലെ ഉപവാസം യൂദാ ഭവനത്തിന് സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും അവസരവും ആനന്ദോത്സവവും ആയിരിക്കണം. അതുകൊണ്ട് സത്യത്തെയും സമാധാനത്തെയും സ്നേഹിക്കുവിൻ. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. ജനതകൾ, അനേകം നഗരങ്ങളിലെ നിവാസികൾ ഇനിയും വരും. ഒരു പട്ടണത്തിലെ നിവാസികൾ മറ്റൊന്നിൽ ചെന്ന് പറയും, നമുക്ക് വേഗം ചെന്ന് കർത്താവിന്റെ പ്രീതിക്കായി പ്രാർത്ഥിക്കാം. നമുക്ക് സൈന്യങ്ങളുടെ കർത്താവിന്റെ സാന്നിധ്യം തേടാം. ഞാൻ പോവുകയാണ്. അനേകം ജനതകളും ശക്തമായ രാജ്യങ്ങളും സൈന്യങ്ങളുടെ കർത്താവിനെ തേടി ജെറുസലേമിലേക്ക് വന്ന് അവിടുത്തെ പ്രീതിക്കായി പ്രാർത്ഥിക്കും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ജനതകളിൽ നിന്ന് 10 പേർ ഒരു യഹൂദന്റെ അങ്കിയിൽ പിടിച്ചുകൊണ്ട് പറയും, ഞങ്ങൾ നിന്റെ കൂടെ വരട്ടെ. ദൈവം നിന്നോട് കൂടെയുണ്ടെന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നു.